ഇനി ആലപ്പുഴയിൽ നിന്ന് ഷിജിത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഷിജിത്ത്, ആലപ്പുഴയിൽ എന്താണ് സ്ഥിതി? നികേഷ്, ആലപ്പുഴയിൽ ഒരിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല. ആലപ്പുഴ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇന്ന് ടെസ്റ്റിന് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരും എത്താത്തത് കൊണ്ട് തന്നെ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല. ഇവിടെ എന്നാൽ പ്രതിഷേധമോ മറ്റ് സാഹചര്യമില്ല. ആരും ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുന്നില്ല. മാത്രമല്ല, ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സ്ലോട്ട് കിട്ടുന്നില്ല എന്നതാണ്. 30 സ്ലോട്ടുകൾ നൽകുമെന്ന് പറഞ്ഞെങ്കിലും അത്രയും സ്ലോട്ടുകൾ പോലും സൈറ്റ് ഓപ്പണായി വരുമ്പോൾ കിട്ടുന്നില്ല. പരമാവധി 3 or 4 ആണ് കിട്ടുന്നത് എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മറ്റും പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം അത്തരം ആളുകളുണ്ട്. എന്താണ് ഈ ഡ്രൈവിംഗ് സ്കൂളിൽ സ്ലോട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. ഇപ്പം 50 തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 25 25 രാവിലെ ഞങ്ങൾ 8 മണിയാകുമ്പോൾ കയറിയാൽ ഒരെണ്ണം പോലും നമുക്ക് കിട്ടുന്നില്ല. 50 സ്കൂളുകാരുണ്ട്, ആർക്കും കിട്ടുന്നില്ല. പിള്ളേരെല്ലാം ഭയങ്കര പരാതികളായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഓരോ സ്കൂളുകാർക്കും 10, 75, 100 കുട്ടികളെ ടെസ്റ്റ് ഇറക്കാൻ വേണ്ടിയുണ്ട്. മനസ്സിലാ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ഒരു ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക്. ഈ CITU സമരത്തിൽ നിന്ന് പിന്മാറിയെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ഈ സമരത്തിലുണ്ട്. ഇല്ല, അവര് 23-ാം തീയതി കഴിഞ്ഞ് അവർ പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാര് ഉടമകളെയും തൊഴിലാളികളെ എല്ലാരെയും പട്ടിണിക്കിട്ട് ഈ മന്ത്രി ഗണേഷ് കുമാർ വിദേശത്ത് പോയിരിക്കുകയാണ്. ഞങ്ങൾ പോലുള്ള പാവപ്പെട്ടവർ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്കും കുട്ടികളും കുടുംബവും ഒക്കെ ഉള്ളതാ. വാടകയും കൊടുക്കണം, വീട്ടില് ഫുഡ് ഉണ്ടാക്കണം, എല്ലാം ചെയ്യണം. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. ഇദ്ദേഹം വിദേശത്ത് പോയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ഈ നികേഷ്, ഡ്രൈവിംഗ് സ്കൂൾ ഈ നടത്തിപ്പുകാരും ഈ തൊഴിലാളികളും എല്ലാം തന്നെ കടുത്ത പ്രതിഷേധത്തിലാണ്. അവർക്ക് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം. പ്രഖ്യാപിച്ച ഇളവുകൾ പോലും പ്രാബല്യത്തിൽ കിട്ടുന്നില്ല എന്നതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് വെക്കേഷനാണ്. കൂടുതൽ കുട്ടികൾ ഡ്രൈവിംഗ് പഠിക്കാനും കൂടുതൽ ആളുകൾ ഡ്രൈവിംഗ് പഠിക്കാനും മറ്റും വരുന്ന സമയമാണ്. ഈ സമയത്താണ് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വരുമാനം കൂടുതലുള്ള സമയം. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വരുമാനത്തെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയിലാണുള്ളത്. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു RTO ഓഫീസ് പരിധിയിലും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല. നാളെ ബുധനാഴ്ച ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുള്ള ദിവസമല്ല, ഇനി വരുന്ന ദിവസങ്ങളിലാണ് ഉള്ളത്. മാത്രമല്ല, ഈ ടെസ്റ്റിനുള്ള അവസരം ഇന്ന് നഷ്ടപ്പെട്ടവർക്ക് ഇനി എന്ന് ലഭിക്കുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്.